കരം ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടി പോയി കണ്ടൊരു മൂവിയാണ് കരം എന്ന് പറഞ്ഞത്. കാരണം ട്രെയിലർ എന്ന് പറഞ്ഞത് അത്രയ്ക്ക് പ്രോമിസിങ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പടത്തിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പോയത്. ഞാൻ ആദ്യം സിനിമേൻ്റെ രണ്ട് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കുട്ടിയുണ്ട്. ഈ നായകന് പുറത്തേക്ക് പോയിട്ടുള്ള ഓരോ കാട്ടിക്കൂട്ടുന്ന മൊയ്ന്തത്തരങ്ങളാണ് പടം പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയും നായകനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നല്ല രീതിയിൽ വർക്കായി. എനിക്ക് അതും വർക്കാവാത്ത ആൾക്കാരുണ്ട്, അതും കൂടെ ഞാൻ പറയാം. പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായി. പിന്നെ ഇതിൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിന് മുന്നത്തെ കോച്ച് ഉണ്ടല്ലോ, ഇവാൻ ആശാൻ, മൂപ്പരാൾ ഈ ഒരു പടത്തിലുണ്ട്. കിട്ടിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിലും ഒരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. ആക്ട് ചെയ്യാൻ ആ മറ്റെന്താ പറയുക, നമ്മൾ കട്ട വില്ലനീസ് എന്ന് അറിയില്ലേ, ആ ഒരു വില്ലനീസും കുട്ടിച്ചിട്ട് മൂപ്പരാൾ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ആക്ടിങ് കാണാൻ. സത്യം ഇതിൽ ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്തത് മൂപ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ പാളിപ്പോയി പടത്തിൽ. ഒന്നാമത് 2 മണിക്കൂർ 2.5 മണിക്കൂർ അങ്ങനെ എന്തുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ബോറടി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പറയുമ്പോൾ ഒരു ആക്ഷൻ മൂവിയാണേ, അത് മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറേ അനാവശ്യ മാസ് സീനുകൾ. അയ്യോ, മാസ് സീനുകൾ കണ്ടിട്ട് 3-4 ഉള്ളൂ മാസം എന്ന് പറയാൻ. അങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ അടിക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്ത്, അതായത് പാളിപ്പോയ മാസുകൾ, അതാണ് സിനിമയിൽ വന്നിട്ടുള്ള മൊത്തം പാളിയിട്ടുണ്ട്. പിന്നെ ബാബുരാജിന്റെ ചില കോമഡീസ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസോട് കൂടി തിരിച്ചിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനെ തോന്നിയത്, നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആക്ഷൻ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ ഈ ഒരു സിനിമ ഓവറോൾ മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ടൈമിലും ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് ആക്ഷൻ ഒന്നും ഒരു രസമില്ല കാണാൻ. നമ്മൾ കണ്ട് മടുത്തിട്ടുള്ളത്, നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഹോളിവുഡ് സാധനം, ഈ ഹോളിവുഡ് ടൈപ്പ് ഓഫ് ആക്ഷൻ എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചത്. എല്ലാവരും ഒരു പരി ഞാനുണ്ട്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമയിൽ വന്നിട്ടുള്ള ആക്ഷൻ സീക്വൻസ് എന്ന് പറയുന്നത് തീരെ പോരാ. അങ്ങനെ അതേപോലെ തന്നെ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ശിങ്കാരിമാളാണ് മറ്റേ BGM ആയിട്ട് കൊടുത്തിട്ടുള്ളത്. BGM ബാക്കി ചില സമയത്തൊക്കെ അടിപൊളി തന്നെയാണ്, പക്ഷെ ചില സമയത്ത് ഇതേപോലെ ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോണ ഒരു പടം. പിന്നെ മനോജ് ഉണ്ട്, പിന്നെ ഷാജോണുണ്ട്, നായകന് മറ്റേ മറിച്ച് അങ്ങനെ കുറേ ആൾക്കാർ, 2-3 പെണ്ണുങ്ങൾ അങ്ങനെ പോകണം. അപ്പോൾ ഇത് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നായകന് ഇങ്ങനെ കിടന്ന് ഓടണം. അതിന് മുന്നേ മറ്റേ നേരം സിനിമ ഒക്കെ ഇറങ്ങിയിരുന്നില്ല അതേപോലെ. പക്ഷെ അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കിടന്ന് ഓടുക, നായകൻ ഓടണം, പിന്നാലെ വില്ലന്മാർ ഓടണം, പിന്നെ വില്ലൻ്റെ പിന്നാലെ നായകൻ ഓടണം, അങ്ങനെ പോവുക. പിന്നെ റൊമാൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ പാട്ടുണ്ട്, ആറാട്ടാണ്. അത് ചില സമയത്തൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട്. 30 സെക്കൻഡിൻ്റെ ഒക്കെ പാട്ടുണ്ട്. അപ്പം അങ്ങനെ പോണൊരു മൂവി എനിക്ക് പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ആകെ തോന്നിയ 2-3 കാര്യം, നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അതൊക്കെ വളരെ ചുരുക്കമാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മറ്റേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുണ്ടല്ലോ, മൂപ്പരാൾ സ്ക്രീൻ ടൈം പറ്റ കുറവാണ് മൂപ്പരാൾക്ക്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പോണതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഒന്നാമത് അതാ പ്രശ്നം. അത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ സെയിം സ്റ്റോറി വെച്ചിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ കൊറിയൻ മൂവീസിൽ, ജപ്പാനീസ് മൂവീസിൽ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. വെബ് സീരീസ് അടക്കം വന്നിട്ടുണ്ട് ഇങ്ങനത്തെ സ്റ്റോറീസ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു മൂവി ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചിട്ട് ഊമ്പിയ പടമാണോ, അതായത് ഒരു ഡിസാസ്റ്റർ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല. ആ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഒന്നും ഇഷ്ടപ്പെടരുത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നണം. അത്ര ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും മൂവി എനിക്കൊരു രീതിയിലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. നിസാക് ടോക്സ് സൈനിങ് ഔട്ട്.